മോട്ടോർ വാഹന വകുപ്പിന്റെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള പരിശോധനയിൽ ഇരിങ്ങാലക്കുട ജോയിന്റ് RTO പരിധിയിൽ യോഗ്യത നേടാതെ മടങ്ങിയത് 33 സ്കൂൾ വാഹനങ്ങൾ. കൊടുങ്ങല്ലൂർ സബ് RTO ഓഫീസിന് കീഴിൽ പാസ് മാർക്ക് വാങ്ങിയത് 11 വാഹനങ്ങൾ മാത്രം. പെരിഞ്ഞനത്ത് ഹോട്ടലുകളിലും പാനീയ വിൽപ്പന കേന്ദ്രങ്ങളിലുമായി ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന. ശുചിത്വ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശന വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ക്ലീൻ ചിറ്റ്. മുഖ്യമന്ത്രിയുടെ ക്ഷേത്ര സന്ദർശനത്തിൽ ആചാര ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള പരിശോധനയിൽ ഇരിങ്ങാലക്കുട ജോയിന്റ് RTO പരിധിയിൽ യോഗ്യത നേടാതെ മടങ്ങിയത് 33 സ്കൂൾ വാഹനങ്ങൾ. 144 സ്കൂൾ ബസ്സുകൾ പരിശോധനയിൽ യോഗ്യത നേടി. അതേസമയം കൊടുങ്ങല്ലൂർ സബ് RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ പാസ് മാർക്ക് വാങ്ങിയത് 11 വാഹനങ്ങൾ മാത്രം. സ്കൂൾ വാഹനങ്ങളുടെ കൃത്യമായ ലൊക്കേഷനും വേഗതയും ഒപ്പിയെടുക്കുന്ന 2 സിം കാർഡുകൾ ഘടിപ്പിച്ച GPS ഉപകരണം, വാഹനത്തിന് മുന്നിലെയും അകത്തെയും ഡോറുകളിലെയും കാഴ്ചകൾ റെക്കോർഡ് ചെയ്യാനുള്ള 3 ക്യാമറകൾ, അത് പ്രദർശിപ്പിക്കുന്ന ഒരു മോണിറ്റർ, കുട്ടികൾ വാഹനത്തിന് തൊട്ടു മുന്നിലൂടെ കടന്നുപോയാൽ കാണാൻ സാധിക്കുന്ന ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്നിങ്ങനെയുള്ള ആധുനിക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇത്തവണ ഏറെയാണ്. കൂടാതെ വാഹനങ്ങളുടെ സാങ്കേതിക ക്ഷമത, ഇരിക്കുവാനും സ്കൂൾ ബാഗ് വയ്ക്കുവാനുമുള്ള സൗകര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഓരോ വാഹനത്തിലും കരുതേണ്ട അഗ്നിശമന ഉപകരണങ്ങളുടെ കാലിബ്രേഷൻ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കണം. ഒരിക്കൽ ടെസ്റ്റ് പാസ്സാകാത്ത വാഹനങ്ങൾ പോരായ്മകൾ പരിഹരിച്ച് വരും ദിവസങ്ങളിൽ വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കി ചെക്ക്ഡ് OK സ്റ്റിക്കർ പതിച്ച ശേഷമേ സ്കൂളിൽ സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂവെന്ന് പരിശീലന ക്ലാസ്സിൽ അധ്യക്ഷത വഹിച്ച ജോയിന്റ് RTO സാൻജോ വർഗീസ് പറഞ്ഞു. വരും ദിവസങ്ങളിലും കർശന പരിശോധനകൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂളിലാണ് ഇത്തവണത്തെ വാഹന പരിശോധനയും ഡ്രൈവർമാർക്കുള്ള പരിശീലനവും സംഘടിപ്പിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ VS സിൻഡോ, P ഷിജു, CC വിനേഷ്, അമൽ ടോം എന്നിവർ വാഹന പരിശോധനയ്ക്കും KP ശ്രീജിത്ത്, മനു വിശ്വനാഥ് എന്നീ ഇൻസ്പെക്ടർമാർ പരിശീലന പരിപാടിക്കും നേതൃത്വം നൽകി. അതേസമയം കൊടുങ്ങല്ലൂർ സബ് RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ പാസ് മാർക്ക് വാങ്ങിയത് 11 വാഹനങ്ങൾ മാത്രം. ഹാജരായ 61 വാഹനങ്ങളിൽ 50 വാഹനങ്ങളാണ് വിവിധ കാരണങ്ങളാൽ തിരിച്ചയച്ചത്. പരിശോധനയ്ക്കായി എത്തിച്ചവയിൽ 11 വാഹനങ്ങൾക്ക് മാത്രമാണ് സുരക്ഷാ സ്റ്റിക്കറുകൾ നൽകിയത്. 115 വാഹനങ്ങളിൽ 61 എണ്ണം മാത്രമാണ് തിങ്കളാഴ്ച പരിശോധനയ്ക്കായി ഹാജരായത്. തുടർന്ന് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കും ബോധവൽക്കരണ ക്ലാസ് നടന്നു. ജോയിന്റ് RTO NS കിഷോർ കുമാർ, MVIമാരായ വിനീത്, ജഗൻലാൽ, AMVIമാരായ നിബി, സനീഷ്, ശ്രീജിത്ത്, രാജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ. പെരിഞ്ഞനത്ത് ഹോട്ടലുകളിലും പാനീയ വിൽപ്പന കേന്ദ്രങ്ങളിലുമായി ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന. ശുചിത്വ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ശുചിത്വവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ഇന്ന് പുലർച്ചെ 5 മണിക്ക് മിന്നൽ പരിശോധന നടത്തിയത്. ആകെ 27ഓളം ഭക്ഷണ പാനീയ വിൽപ്പന സ്ഥാപനങ്ങളാണ് പരിശോധിച്ചത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും ആവശ്യമായ ശുചിത്വ സംവിധാനങ്ങൾ പാലിക്കാത്തതുമായ 11 സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി നശിപ്പിച്ചു. ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ആകെ 40,000 രൂപ പിഴയും ഈടാക്കി. മഴക്കാലത്തിനു മുന്ന് ഭക്ഷണപാനീയ കേന്ദ്രങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കണമെന്ന ഇന്റർ സെക്ടർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന നടന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ DS ഉദയകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KA സ്മാർട്ട്, പഞ്ചായത്ത് ജീവനക്കാരായ PC ഷെന്ന, PV ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മീഡിയ ടൈം, പെരിഞ്ഞനം. ഗുരുവായൂർ ക്ഷേത്ര ദർശന വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ക്ലീൻ ചിറ്റ്. മുഖ്യമന്ത്രിയുടെ ക്ഷേത്ര സന്ദർശനത്തിൽ ആചാര ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. നിയമാനുസൃതം പാസ്സെടുത്താണ് മുഖ്യമന്ത്രി ക്ഷേത്ര ദർശനം നടത്തിയതെന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തൽ. മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിനായി ഗുരുവായൂരിലെത്തിയ മുഖ്യമന്ത്രി
VIP ദർശനത്തിന് വിലക്കുള്ള ഞായറാഴ്ച രാവിലെ ദർശനം നടത്തിയത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദർശനം പുലർച്ചെ മുതൽ കാത്തുനിന്ന ഭക്തർക്ക് തടസ്സമുണ്ടാക്കിയെന്ന് കാണിച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണനാണ് പരാതി നൽകിയത്. എന്നാൽ ഞായറാഴ്ച ദർശനം നടത്തിയത് നിയമാനുസൃതമായി ചീട്ടെടുത്താണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. നെയ്വിളക്ക് ഷീട്ടാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനമെന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറും വ്യക്തമാക്കി. ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ചീട്ടാക്കുന്നവർക്ക് വരി നിൽക്കാതെ ദർശനം അനുവദിക്കുക പതിവുണ്ട്. ക്ഷേത്രത്തിലേക്ക് സതീശനെ സ്ഥിരമായി അനുഗമിക്കാറുള്ള മുൻ ദേവസ്വം ജീവനക്കാരൻ TK ഗോപാലകൃഷ്ണൻ 5 നെയ്വിളക്കിന് ഷീട്ടാക്കിയിരുന്നു. 5 പേർക്ക് കയറാമെന്നിരിക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 4 പേരാണ് ദർശനത്തിനായി കയറിയത്. മറ്റു ഭക്തർക്ക് തടസ്സമുണ്ടാക്കാതെയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയതെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറും വിശദീകരിച്ചു. മീഡിയ ടൈം, ഗുരുവായൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹോം ഫോർ ഹോം ലെസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. മാള വലിയപറമ്പ് കൂട്ടുങ്ങൽ കരുണാകരന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവർ പറഞ്ഞു 4ഓളം വീടുകൾ ക്ലബ്ബ് മുഖേന കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തത് ഒരൊറ്റ ക്ലബിൻ്റെ പേരിൽ മാള ക്ലബ്ബ്. അതിനൊരു നല്ല കയ്യടി കൊടുത്തേ പറ്റൂ. ഇതെല്ലാം നമ്മൾ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. മറ്റുള്ള ക്ലബ്ബുകളിലും ഉണ്ട്, അവരും ഏകദേശം കുറേയൊക്കെ ഓരോരുത്തർ. പക്ഷേ 4 എണ്ണവും ഇനിയും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടെ അല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 50 വീടാണ് ചിറ്റിലപ്പള്ളി തരാൻ പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്തെ ജില്ലയിൽ മാത്രം 80 വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അവരത് കൂടുതലും തരും. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എല്ലാ പ്രസിഡന്റുമാർക്കും അത്തരത്തിൽ ചെയ്യാനുള്ള കഴിവോ സാമർഥ്യമല്ല. പക്ഷേ ഇവിടുത്തെ മാള പ്രസിഡന്റ് അത് ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് 190 ക്ലബ്ബുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു നല്ല കയ്യടി എന്തായാലും കൊടുത്തേ പറ്റൂ. അവരവരുടെ കാലിബറും പവറും കഴിവും ഒക്കെ ഈ അടുത്ത കാലത്ത് തന്നെ രാഷ്ട്രീയത്തിലൂടെ ഒക്കെ തെളിയിച്ചു കഴിഞ്ഞാണ്. ക്ലബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, കോർഡിനേറ്റർ AR രാമകൃഷ്ണൻ, ജീജ ദേവസി, സാലി പീറ്റർ, ജോളി വടക്കൻ എന്നിവർ സംസാരിച്ചു. കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവള വിലവർദ്ധനവ് പിൻവലിക്കുക, സബ്സിഡി വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, വളത്തിന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ രാസവളങ്ങളുടെ വില ഇരട്ടിയോളമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നെൽകർഷകരേറെയുള്ള പ്രദേശമാണ് മാള പ്രദേശങ്ങളൊക്കെ തന്നെ. നെൽകർഷകരേറെ ആശ്രയിക്കുന്ന ഫാക്ടം ബോസ് വളത്തിന് 650 കോടി രൂപയാണ് 650 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 2400 രൂപയുടെ മുകളിലേക്കായി 50 കിലോയുടെ ചാക്ക്. അതുപോലെ തന്നെ പൊട്ടാഷ് ധാരാളം ഉപയോഗിക്കുന്ന ഒരു രാസവളമാണ്. അതിന് 400 രൂപയോളം വർദ്ധിപ്പിച്ചു ചാക്കിന്. എല്ലാ വളങ്ങൾക്കും യൂറിയ എന്ന് പറയുന്ന ഒരു വളം അത് ലഭിക്കാനില്ല. ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന ഒരു വളമാണ്. ആ വളം കർഷകർക്ക് കൊടുക്കാതെ അത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കർഷകർക്ക് അവകാശപ്പെട്ട ഈ സബ്സിഡി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മറിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, രാസവളങ്ങളുടെ ലഭ്യത കൂടി കുറഞ്ഞു പോകുന്നു. ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, PA അസീസ്, ജയ ബിജു, AR ഡേവിസ്, റപ്പായി അമ്പൂക്കൻ, സിജി ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. കൊരട്ടി ആറ്റപ്പാടം ഗ്രാമിക കൾച്ചറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും സമാധാന സദസ്സും നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷോൺ പല്ലിശ്ശേരി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും, പഞ്ചായത്ത് LDF പാർലമെന്ററി പാർട്ടി ലീഡർ KC ജയരാജ് ചികിത്സാ സഹായ വിതരണവും നടത്തി. ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയിച്ച ശേഷം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAക്ക് വേളൂക്കരയിൽ സ്വീകരണം നൽകി. പട്ടേപ്പാടത്ത് നടന്ന ചടങ്ങിൽ MLA എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിച്ചു. ചരിത്രമുറങ്ങുന്ന ഈ പട്ടേപ്പാടത്തിന്റെ മണ്ണിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിങ്ങളെ നേരിൽ കാണുന്നതിനും നന്ദി പ്രകാശിപ്പിക്കുന്നതിനും വേണ്ടി ഈ പട്ടേപ്പാടത്തിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇരിങ്ങാലക്കുടയിൽ
ഐക്യ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുത്തിയത് എങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആണ്, ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരുടെ കഠിനാധ്വാനമാണ് എന്റെ വിജയത്തിന് ആധാരമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ പട്ടയപ്പാടത്ത് എത്രയോ ആവേശകരമായ പ്രവർത്തനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും നടത്തിയത്. ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന കാലഘട്ടം. SNDP യോഗം നാട്ടിക യൂണിയനിലെ ചന്ദ്രാപ്പിനി ശാഖയിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സലി തഷ്നാഥ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ശാഖാ സെക്രട്ടറി അദ്വൈത് വയനപ്പിള്ളിൽ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാസ് ശങ്കർ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ സജയ് വയനപ്പിള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. DYFI എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് NC ആർദ്ര അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ പഠനോപകരണ വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഹരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ നവമി പ്രസാദ്, CPM ലോക്കൽ സെക്രട്ടറി AV സതീഷ്, DYFI മേഖലാ ഭാരവാഹികളായ മിഖിൽ മണികണ്ഠൻ, PR അശ്വന്ത്, AN നസീബ്, അഭിനവ് പ്രസാദ്, KS രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറന ദേവാലയത്തിന്റെ കേന്ദ്ര സമിതിയുടെയും സെന്റ് സെബാസ്റ്റ്യൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ F2F 2026 മെഗാ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോയും കരിയർ ഗൈഡൻസ് ഫെയറും മെയ് 30 ശനിയാഴ്ച നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ SLC, +2 അടക്കമുള്ള വിവിധ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പങ്കെടുക്കാം. കേരളത്തിലും പുറത്തുമുള്ള കോളേജുകൾക്കും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ലിജു പോൾ പറമ്പത്ത്, PK ആൻഡ്രോ, PSC ജോ, MT ജെയ്സൺ, ഷാജൻ വെണ്ണാട്ടുപറമ്പിൽ, ജിമ്മി പൈപ്പള്ളി എന്നിവർ സംസാരിച്ചു. അതിരപ്പള്ളിയിൽ രാജവെമ്പാലയെ പിടികൂടി. അതിരപ്പള്ളി എസ്റ്റേറ്റിലെ 1-ാം ബ്ലോക്കിലെ ക്വാർട്ടേഴ്സിന്റെ പുറകിൽ നിന്നാണ് രാജവെമ്പാലയെ പിടിച്ചത്. ക്വാർട്ടേഴ്സ് പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെയാണ് സ്ത്രീ തൊഴിലാളി രാജവെമ്പാലയെ കണ്ടത്. തുടർന്ന് വനംവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു. അതിരപ്പള്ളി റേഞ്ച് RRT അംഗങ്ങളായ B രജിത്, PB സുധീർ, വിൽസൺ പല്ലശ്ശേരി, വിവേക് എന്നിവർ ചേർന്ന് രാജവെമ്പാലയെ പിടികൂടി വനത്തിൽ വിട്ടയച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോട്ടോർ വാഹന വകുപ്പിന്റെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള പരിശോധനയിൽ ഇരിങ്ങാലക്കുട ജോയിന്റ് RTO പരിധിയിൽ യോഗ്യത നേടാതെ മടങ്ങിയത് 33 സ്കൂൾ വാഹനങ്ങൾ. കൊടുങ്ങല്ലൂർ സബ് RTO ഓഫീസിന് കീഴിൽ പാസ് മാർക്ക് വാങ്ങിയത് 11 വാഹനങ്ങൾ മാത്രം. പെരിഞ്ഞനത്ത് ഹോട്ടലുകളിലും പാനീയ വിൽപ്പന കേന്ദ്രങ്ങളിലുമായി ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. ശുചിത്വ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശന വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ക്ലീൻ ചിറ്റ്. മുഖ്യമന്ത്രിയുടെ ക്ഷേത്ര സന്ദർശനത്തിൽ ആചാര ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.